വൈഷു വാ പോവാം, നമ്മൾ ഓൾറെഡി ലേറ്റാ. ധൃതി വെക്കല്ലേ? ഒരു പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നീ എന്തിനാ ഈ ബാത്റൂമിൽ കയറി കുത്തിയിരിക്കുന്നേ? ഇനി അതൊരു കോൺഫിഡൻസ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതല്ലേലും എന്റെ ഫ്രണ്ട്സിന്റെ പരിപാടിക്ക് പോകുമ്പോൾ മാത്രമേ എനിക്ക് ഈ പ്രശ്നമുള്ളൂ. നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആവണം, നീ തലേ ദിവസം കെട്ടിയെടുത്തേനെ. എന്തിനാ മോളെ ഇങ്ങനെ ചൂടാവണേ? നിന്നെ ഓൺ ടൈം ഞാൻ ഇവിടെ എത്തിച്ചാ പോരെ? ഇന്നലെ രാത്രി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏത് കാര്യം? ഇന്നലെ രാത്രി പറഞ്ഞ മൊത്തം മറന്നോ? എടാ മണ്ട. എന്തോ എന്റെ ഫ്രണ്ടാ താടക ഹരിതയും അവളുടെ കിഴങ്ങൻ കെട്ടിയവൻ അരുണേട്ടനും അവിടെ കാണും. അവരോടെങ്ങാൻ മിണ്ടിയ നിനക്കറിയാലോ? എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നീ, ചിഞ്ചു, മഞ്ജു, നിങ്ങളുടെ 3 പേരുടെ ഫ്രണ്ട്ഷിപ്പ് കുളമാക്കിയവളാണ് ഹരിത. അവള് നമ്മുടെ കോമൺ എനിമിയാണ്. മിണ്ടത്തേ ഇല്ല. മിണ്ടരുതെന്ന് പറഞ്ഞാലേ ഈ മിണ്ടാൻ പറ്റുന്ന ഫ്രണ്ടിനെയും മിണ്ടാൻ പറ്റാത്ത ഫ്രണ്ടിനെയും നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അറിയണം. 3-4 കൊല്ലം എന്റെ കൂടെ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് നിന്റെ ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് ഞാൻ വരാത്തത്. 1000 നിയമാവലി കാണും. പിന്നെ ഈ പട്ടി പോസ്റ്റ്. ഞാൻ അധികം കണ്ടീഷൻ ഒന്നും വെച്ചില്ലല്ലോ. എനിക്കറിയാം. എന്റെ കൂട്ടുകാരി ദേവികയോടും അവന്റെ മണ്ടം ഭർത്താവിനോടും മിണ്ടരുത്, അത്രയല്ലേ ഉള്ളൂ. എടി നിന്റെയും ചിഞ്ചുന്റെയും മഞ്ജുന്റെയും ഫ്രണ്ട്ഷിപ്പ് കുളവാക്കി അവളോട് ഞാൻ മിണ്ടുവോ? ഞാൻ നോക്കോളാം. ഉറപ്പാണേ? ആ എന്നാ ബാ, ഗുഡ് ബോയ്. ഭാര്യയുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് വന്നിട്ട് പോസ്റ്റായി നിൽക്കുകയാണല്ലേ? അരുൺ. അറിയാറേ. ഓ, എന്നെ കണ്ട മൈൻഡ് ചെയ്യരുതെന്ന് ഭാര്യ പറഞ്ഞു കാണും. ഒരു ഷർട്ട് വലിച്ചാലോ? താല്പര്യമില്ല, ഞാൻ വലിക്കാറില്ല. ചുമ്മാ ചുണ്ടുണ്ടാണോ നല്ല കൊല വലിയാണ്. ശരിക്കും മനസ്സിലാവോ? പിന്നെ വലിച്ചിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം വലിച്ചിട്ടില്ല ഇതുവരെ. അതിനിപ്പോ ഇപ്പൊ തുടങ്ങാം. അവള് കണ്ട സീന്. ഡേ അങ്ങോട്ട് പോയിക്കേ. അവര് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ജോളിയായിട്ട് നിൽക്കുക. അത് കഴിയാൻ സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് വിവരം വലിച്ചിട്ട് വരാം. എന്നാലും വാന്നേ. എന്തൊരാശ്വാസം. ടോട്ടലി ഫ്രീ ബ്രോ. ഭാര്യ നല്ല പേടിയാണല്ലേ? കുറച്ച്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നീ എന്നെ കണ്ടുപിടിക്ക്. ഞാൻ പറയുന്നതിന്റെ 1 ഇഞ്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവള് പോവൂല. ഒരു സംഭവം തന്നെ ഏട്ടാ. എടാ, കുടുംബജീവിതത്തിന്റെ കടിഞ്ഞാണ് എപ്പോഴും നമ്മുടെയിലായിരിക്കണം. നമ്മൾ പറയുന്നതായിരിക്കണം അവരുടെ നിയമം. നമ്മൾ കാണിക്കുന്നത് മാത്രമായിരിക്കണം അവരുടെ ലോകം. കേട്ടിട്ട് തന്നെ ഫുൾ ചാർജ് ആവുന്നു. നമ്മൾ നേരത്തെ പരിചയപ്പെടാനായിരുന്നു അല്ലേ? ആ ബ്രോ വിളിച്ചാ? വൈഷു, നിന്നോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുതെന്ന്. ഞാനും പറഞ്ഞതാ വലിക്കരുത്. ശ്വാസകോശം സ്പോഞ്ച് പോലെ ഉണ്ടാവും, കുമ്പ് പാടിപ്പോവും. നീ വീട്ടിലോട്ട് കാണാം, ഞാൻ കാണിച്ചു തരാം. പട്ടി. നിങ്ങൾ വലിച്ചോ? നിങ്ങൾ വലിച്ചോന്ന്? ഞാൻ വലി നിർത്തിയല്ലേ? ഊതടോ. എനക്കെന്തായാലും വയ്യേ. ഊതടോ. എടി നിക്ക്, ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. നീ വീട്ടിൽ കയറ്റിയല്ലേ ഉള്ളൂ. ഞാൻ കേറിട്ടില്ല. ഇതാണ് കാരണവന്മാര് പറയുന്ന ഭാര്യമാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കരുതെന്ന്. വളരെ ശരിയാണ്. നിന്നെയും കയറ്റില്ല അളിയാ? ആ പോടൂ. എടാ നിക്ക്, ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് ഒരുമിച്ച് കിടക്കാന്ന്. പറ്റിയ ഓരോന്നൂടെ വലിക്കാം.